വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അർച്ചന ജയശങ്കർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലൂടെയാണ് കേട്ടോ. മഹാരാഷ്ട്ര കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗുജറാത്തിലേക്ക് കയറി. ഗുജറാത്തിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല മഴയായിരുന്നു. മഴ കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നേത്രാവതി നദി കര കവിഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു. പോകുന്ന റോഡിലൊക്കെ നല്ല വെള്ളമായിരുന്നു. മാത്രമല്ല നദിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നല്ല ശക്തിയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പം വണ്ടി ഓടിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഞങ്ങൾ ബൈപ്പാസ് വഴി നേരെ കയറുന്ന സമയത്ത് അവിടെ പോലീസ് അവർ തടഞ്ഞിട്ട് പറഞ്ഞു, നേത്രാവതി നദി ഇങ്ങനെ വന്നിട്ട് ഫ്ലഡിൻ്റെ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഈ വഴി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൈറ്റിലേക്കുള്ള റോഡ് കട്ട് ചെയ്തിട്ട് പോയതായിരുന്നു. പക്ഷേ ഇത്ര വലിയ പണി കിട്ടുന്നത് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പോകുന്ന വഴിയൊക്കെ നദിയിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം വന്നുകൊണ്ടിരുന്നു. 2-3 തവണ ബൈക്ക് സ്കിഡാവാൻ പോയിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് ബോർഡർ കഴിഞ്ഞതിന് ശേഷം ഹൈവേ കൂടെ നേരെ വരുമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന്. ഗുജറാത്തിലെ ഉൾഗ്രാമങ്ങളിലൂടെ ആയിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 2 ഭാഗത്തും ഈ മുള കൊണ്ടുള്ള വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വീടുകളൊക്കെ വളരെ പ്രത്യേകം നിറഞ്ഞായിരുന്നു കേട്ടോ. ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളിലെ വീടുകളിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. അവർ മാത്രമല്ല, അവർ ഫ്ലഡിൻ്റെ ഒരു ഇഷ്യൂസ് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർ പോകുന്ന വഴിയിലൊക്കെ വന്നിട്ട് വെള്ളം ഇങ്ങോട്ട് കയറുന്നതിന് അവർ ബണ്ടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടിരുന്ന വീടുകളൊക്കെ ഭൂരിഭാഗവും മുള കൊണ്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ. മുകളിലൊരു ഓട് മേഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചറായിരുന്നു കേട്ടോ വീട്. എല്ലാം ഒരു നിലയിലുള്ള വീടായിരുന്നു, കുഞ്ഞു കുഞ്ഞു വീടുകളായിരുന്നു. അപ്പോൾ പോകുന്ന വഴി നല്ല ശക്തിയോടെയാണ് നേത്രാവതി നദി ഒഴുകിക്കൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇനിയും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് വരാനും പിന്നെ അവിടെ ബ്ലോക്ക് ആവാനും ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ നിന്ന് നേരെ പുറത്ത് കിടക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുജറാത്ത് ബോർഡറിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഏകദേശം 400 കിലോമീറ്റേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം എന്തായാലും ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ വേണ്ടി വരും എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഗുജറാത്ത് ഈ ഒരു നദിയുടെ ക്രോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് കയറി ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാകും. പക്ഷേ തിരിച്ചു പോകുമ്പോഴത്തേനും നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിട്ടേൺ പോകുന്ന വഴി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഫ്ലഡ് കാരണം പോകുന്ന വഴിയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈ നാട്ടുകാർ തന്നെ അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബണ്ടിൽ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ ബ്ലോക്ക്ഡായി. മഴ പെയ്തത് കാരണവും അതുപോലെ തന്നെ നദിയിൽ നിന്ന് വരുന്ന വെള്ളം കാരണമായിരിക്കണം ഈ റോഡ് ഫുള്ള് വെള്ളമായിരുന്നു. അപ്പം പോകുന്ന വഴി കുഴിയുണ്ടോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇരുട്ടുമായിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. എന്ന് വെച്ചാൽ ഇവിടെ ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നദി വീണ്ടും ഇഷ്യൂ ആവും. അതുപോലെ തന്നെ അവിടെ നമ്മൾ ലോക്ക്ഡ് ആവും. അതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കിടക്കാനുള്ള വഴിയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇരുട്ടായിട്ടും വന്നുകൊണ്ടിരുന്നു. അപ്പം കൂടുതൽ നൈറ്റ് ആവുന്നതിനനുസരിച്ചും ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുക. സ്റ്റേക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിയറസ്റ്റ് പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നും വരില്ല. ഇതൊരു ഉൾഗ്രാമമാണ് വരുന്നത്. അപ്പം സ്റ്റേയും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴി നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ നന്നായിട്ട് ബുദ്ധിമുട്ടി. അപ്പം അവസാനം ഞങ്ങൾ റിട്ടേണിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. ഏകദേശം സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ തന്നെ ഒരുപാട് ടൈം ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സ്റ്റേറ്റിൽ വേറൊരു സ്ഥലങ്ങളൊന്നും ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ഫ്ലഡിൻ്റെ ഇഷ്യൂ കാരണം അവിടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക്ഡ് ആയിരുന്നു. വീട്ടിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു. ഈ ഒരു ഇഷ്യൂ കാരണം അവർക്കും ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉൾഗ്രാമങ്ങളിലൊന്നും വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ടൊന്നും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇനി കറണ്ട് പോയതാണോ എന്ന് അറിയില്ല. ചെറിയ ചെറിയ ഓടുമേഞ്ഞ വീടുകളായിരുന്നു. ഭൂരിഭാഗം വീടുകളിലും കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഇത്രയും സ്റ്റേറ്റ്സ് കവർ ചെയ്തതിൽ ഏറ്റവും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി ഗുജറാത്താണ്. ഒന്ന് വന്നിട്ട് അവിടുത്തെ റോഡ് വളരെ മോശമാണ്. കുഴിയുള്ളതൊന്നും കാണത്തുപോലില്ല. നല്ല മഴ ആയതുകൊണ്ടായിരിക്കണം കുഴിയിലൊക്കെ വെള്ളം തന്നെ. എല്ലാത്തിലും ഞങ്ങൾ ചാടി വീണിട്ടുമുണ്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ആളുകളൊക്കെ ആണെങ്കിലും കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. നമുക്ക് ഇടപെടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചിലർ വന്നിട്ട് നന്നായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കും. മറ്റുള്ളവർ വന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെൽപ്ഫുൾ ആയിരുന്നില്ല. ഇത്രയും കുഴികളുണ്ടായിരുന്നത് ഈ ചെറിയ റോഡിലല്ല കേട്ടോ. നാഷണൽ ഹൈവേസിൻ്റെ കാര്യമാണ് പറയുന്നത്. നന്നായിട്ട് ബുദ്ധിമുട്ടിയ ഒരു നാട് ഗുജറാത്തായിരുന്നു കേട്ടോ. ഒന്ന് വന്നിട്ട് ഫ്ലഡ്, മഴ, ഇതൊക്കെ തന്നെയായിരുന്നു ഇഷ്യൂസും. പിന്നെ ഈ റോഡിലെ കുഴികൾ കേരളത്തിലെ കുഴികൾ പോലെ തന്നെ വളരെ ഡാർക്കായിരുന്നു. കേരള ടു കാശ്മീരിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെ കേട്ടോ. അപ്പം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.